ഹായ് ഗൈസ്, അർജുനാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നമ്മളിന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയെ ബറോസ് കാണാൻ പോകുന്നത്. ക്രിസ്മസ് പോലും മാറ്റി വെച്ചിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു 2-3 സിനിമ ഓടിയാലേ മലയാള സിനിമയുടെ ഭാവി എങ്ങോട്ടാ പോകുന്നത് പറയാൻ പറ്റുള്ളൂ. ഒരു സിനിമ കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഉദ്ദേശം ഞാൻ ബറോസ് ആണോ അതോ മാർക്കോ ആണോ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് എന്നറിയാൻ വേണ്ടി. പിന്നെ ലാലേട്ടന്റെ സിനിമയാണ്, പുള്ളി ഡയറക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ കുറെ പ്രത്യേകതയുള്ള സിനിമയാണ്. പിന്നെ ആനിമേഷൻ സിനിമയാണ്. അപ്പം എന്താവും അറിയില്ല. നമ്മൾ എന്തായാലും ഫസ്റ്റ് ഒക്കെ കയറുവാണ്. അപ്പം കറക്റ്റ് റിവ്യൂ തന്നെ ചെയ്യും അല്ലേ? അതെ. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. നമുക്ക് യാതൊരു ഫാൻ ബേസോ കാര്യങ്ങളോ ഇതിലില്ല. ജെന്യൂൻ റിവ്യൂ ആയിരിക്കും. കൊള്ളാൻ തന്നെ പറയാം. പിന്നെ കുറച്ച് കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ പിള്ളേർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അവർ നമ്മളോട് സഹകരിക്കുകയാണ് ചെയ്യാം. അപ്പൊ എന്തായാലും രാവിലെ 9:30 ഷോ അല്ല, 9:30 ഷോ നമ്മുടെ ചേർത്തല പാരഡൈസിലാണ് പോകുമ്പോൾ. ഇപ്പൊ സമയം ഇപ്പം മണി 9:06. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം മൂവി കണ്ടിട്ട് റിവ്യൂ പറയാം. ഓക്കെ. സിനിമയെപ്പറ്റി പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പം സാധാരണ ഇപ്പം അശ്വന്ത് ഒക്കെൻ്റെയോ അതുപോലെ ഉണ്ണി ബ്ലോഗ്സിൻ്റെയൊക്കെ പോലെ നമ്മൾ ആധികാരികതയിലേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ല. സാധാരണക്കായ ഒരാൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സാധാരണക്കായ ഒരാൾ ഇപ്പോൾ ഒരു 200 അല്ലെങ്കിൽ ഒരു 500 മുടക്കല്ല ഒരു സിനിമയ്ക്ക് പോയെന്ന് വെച്ചോ, ഈ 2.5 മണിക്കൂറുള്ള സിനിമ അവർക്ക് എൻജോയ്മെൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡെക്കറേഷനും ആധികാരികത പറയത്തില്ല, അതറിയാതെ പറഞ്ഞോളൂ. ഈ മൂവിയുടെ പ്രോസും കോൺസും പറയാം. ഞാൻ പ്രോസ് പറയാം, അവൻ കോൺസ് പറയും. പ്രോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ കൊടുത്തോളം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അല്ലടാ? അതെ, നല്ല വർക്ക് അത്ര നീറ്റ് ആയിട്ടുണ്ട്. 100% നീതി പുലർത്തിയിട്ടുണ്ട് എല്ലാ രീതിയിലും. പിന്നെ ഇതിനെനിക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്നത് ഇതിനകത്ത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചൊരു കാർട്ടൂൺ കഥാപാത്രമാണ് ഊടു. നല്ല ക്യൂട്ടായ ഒരു ടോയാണ്. ആ ക്യാരക്ടർ നല്ല സൂപ്പർ കേട്ടത്. അതിന് ആനിമേഷൻ ക്യാരക്ടറാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ആ വർക്കായിട്ടുണ്ട്. അതിന്റെ എക്സ്പ്രഷൻസും സംസാരവും കോമഡി എല്ലാം നല്ലോണം. അതായത് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ സെറ്റിൽ നമ്മുടെ മെക്കിട്ട് കയറാൻ പറ്റുന്നൊരു കൂട്ടുകാരുണ്ടല്ലോ, ആ ഒരു മൈൻഡാണ് ഈ മോഹൻലാലിനും ടുണ്ടുവും തമ്മിലുള്ള ക്യാരക്ടറിന്റെ ഒരു കോമ്പിനേഷൻ. ടൂഡു അത് മോഹൻലാലിന്റെ എപ്പോഴും മെക്കിട്ട് കയറുന്ന ക്യാരക്ടറാണ് ടൂഡു. ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറാണ് സിനിമയുടെ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഒരു പ്രോസ് എന്ന് പറയുന്നത് ഇതിന്റെ ആനിമേഷൻ ആണ്. ഈ അടക്കം ഞാൻ ഇത്ര നല്ലൊരു ആനിമേഷൻ മൂവി മലയാളത്തിൽ ഞാൻ കണ്ടില്ല ഇതുപോലത്തെ ആനിമേഷൻ. കാരണം ഒരു സ്പോട്ടിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ആദിപുരുഷൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു 10 ഇരട്ടി ബ്രില്യന്റ് ആണെന്ന് പറയേണ്ടി വരും. സത്യം ആനിമേഷൻ ആയിരുന്നു 100% സെറ്റ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തെങ്കിൽ ചെയ്ത ആള് നല്ല ക്ലീൻ ആയിട്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ്യൂമാണ്. അതായത് ഈ പോർച്ചുഗീസുകാരൊക്കെ കാലഘട്ടം കാണിക്കുമ്പോൾ അവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല കളർഫുൾ ആണ്. ആ കാലഘട്ടങ്ങളൊക്കെ അവരുടെ ഡ്രസ്സിങ്ങും പിന്നെ അവർ കഴിക്കുന്ന ഫുഡിന്റെ ഫോർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ കളർ ഗ്രേഡിങ് സൂപ്പർ ആയിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു ഫാന്റസി മൂവിക്ക് പറ്റിയൊരു കളർ ഗ്രേഡിങ് തന്നെ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് പരിചിത മുഖങ്ങൾ ആരും ഇന്നത്തില്ല. അതാണ് ലാലേട്ടനൊഴികെ ബാക്കി ആരും ഇന്നത്തില്ല. പിന്നെ എവിടുന്നൊക്കെയോ ഏതൊക്കെയോ സായിപ്പന്മാരൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലൊക്കെ വന്ന സായിപ്പന്മാരൊക്കെ. പോർച്ചുഗീസുകാരനായിട്ട് അഭിനയിച്ചവനൊക്കെ കറണ്ട് അടിച്ചാൽ പോലും ഒരു എക്സ്പ്രഷനും ഇല്ല. ഫ്രീ ആയിട്ടൊക്കെ കണ്ട് വന്ന് അഭിനയിച്ചിട്ട് പോലും തോന്നുന്നു പുള്ളിയൊക്കെ. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് എടുത്തുണ്ട്. അതൊരു നെഗറ്റീവ് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ അറിയപ്പെടുന്ന കുറച്ച് നമുക്ക് ഫെമിലിയറെ കുറച്ച് മുഖങ്ങളുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയേനെ. എനിക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിനിമ തുടങ്ങിയിട്ട് മോഹൻലാൽ ഇൻട്രോ സീൻ കൊള്ളാം, അതൊക്കെ ആ ആനിമേഷൻ അടിപൊളിയാണ്. ആ ആനിമേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടൊരു അമ്മച്ചി വരുന്നുണ്ട്. ഈ അമ്മച്ചിയെ പറ്റി പറയണമെങ്കിൽ ഒറ്റ വാക്കി പറയണമെങ്കിൽ അൺസഹിക്കബിൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തേ ഇല്ല. അമ്മച്ചി ഡയലോഗ് പറഞ്ഞ അരമണിക്കൂർ സൗണ്ട് വരുന്നു, ആക്ഷൻ വരുന്നു. അതായത് നമ്മളിപ്പോ ലിപ്സ് നീ മുന്നേ വിട്ടോ ഞാൻ സൗണ്ട് ബാക്കി വന്നോളാം എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം. ലിപ്സിംഗ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് അമ്മച്ചിയുടെ മോൻ വരും. അതിലും ദുരന്തമാണ്.
ഈ രണ്ട് ദുരന്തങ്ങളെയാണ് നമ്മൾ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തം കാണുന്നത്. ഇവരുടെ സംസാരങ്ങളും എല്ലാമാണ്. കാര്യം മോഹൻലാൽ കഴിഞ്ഞ പിന്നെ ഉള്ളു ചേട്ടൻ, ഒരു ചേച്ചി, ഒരു ആന്റി, പിന്നെ ഒരു കൊച്ച്. ഇവര് 4 പേരെ ചുറ്റിപ്പറ്റി കഥ പോകുന്നത്. കൊച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞാല് കൊച്ചു കുഴപ്പമില്ല. പിന്നെ ഇത് ഒരു മദാമക്കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ച് ചാടി നടക്കുന്ന ഒരു കൊച്ചിന്റെ സെയിം ആയിട്ട് നമുക്ക് അത് ക്ഷമിക്കാം. പോട്ടെ, ഈ പ്രായം കാണിച്ചു വിടുന്നതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം. ആന്റി ക്യാരക്ടർ അവര് വെറുപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ മോന്റെ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് പറയണത് നമ്മുടെ ഷെട്ടിയുടെ സൗണ്ടാ. അതുകൊണ്ട് പിന്നെ അങ്ങേറെ സൗണ്ട് കേട്ടിരിക്കാൻ പറ്റും. വിജയ് മേനോൻ അതിന്റെ ഒരു പ്രത്യേകത ക്യാരക്ടറിനുണ്ട് അല്ലെ, സത്യമായിട്ടും. പിന്നീട് നമുക്ക് ഇവര് രണ്ടുപേരാണ് നമ്മളെ ഫസ്റ്റ് ഹാഫ് മൊത്തം കുളവാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞ ഒരു വലിച്ചു നീട്ടലാണ്. വാലിബനെക്കാളും വാലിബൻ അത്ര വെറുപ്പിരില്ലെങ്കിലും എന്നാൽ അത്യാവശ്യം വെറുപ്പിരുണ്ട്. തോന്നിയ കാര്യം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ ഡയറക്ട് ചെയ്ത് സെക്കൻഡ് ഹാഫ് ഏതോ പണി അറിയാൻ ചെയ്തെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഫ്രെയിമും ഒരു പടത്തിനൊരു പിന്തുടർച്ചയില്ല. നമ്മളൊരു ചാത്തൻ പടം കാണുന്ന ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സീനിൽ മറ്റേ സീനിലൊക്കെ പോകുമ്പോൾ ഒരു ഫ്ലോ ഇല്ല. പെട്ടെന്ന് എഡിറ്റിംഗ് ഓരോ ക്ലിപ്പ് പെട്ടെന്ന് അടുപ്പിച്ച് വെച്ച പോലെ ഒരു ഒഴുക്കില്ല. ഒരു സീനിൽ മറ്റേ സീനിൽ പോകുമ്പോൾ ഒരു ഒഴുക്ക് നമുക്ക് സാധനം വരേണ്ടതല്ലേ. ഇത് അങ്ങനൊന്നുമില്ല. പെട്ടെന്ന് സീൻ മാറി പോകണം. ആ ഒരു പ്രശ്നം ഫസ്റ്റ് ഹാഫിനുണ്ടല്ലോ. അതെ, ഫസ്റ്റ് ഹാഫിന്റെ പ്രശ്നം വെച്ചാൽ ഒരു സീൻ കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത അടുത്ത സീനുമായിട്ട് നേരെ കട്ട് ചെയ്ത് അങ്ങ് ഇടിച്ചു കയറുക. അല്ലാതെ അത് നേരെ അങ്ങനെ പോവല്ല. അതെനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വരെ നിങ്ങൾ ആ സിനിമ കണ്ട് സഹിക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു പാട്ട് കഴിയുമ്പോൾ തൊട്ട് പടം ഓടി തുടങ്ങും. ഒരു വെള്ളത്തിൽ വീണ സീനുണ്ട്. അതിനുശേഷം പടം എൻഗേജ്ഡ് അവസാനം വരെ എൻഗേജ്ഡ്. അതുവരെ നിങ്ങൾ സഹിച്ചിരിക്കണം. കാരണം സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. കഥയിലേക്ക് എത്തുന്ന സെക്കൻഡ് ഹാഫ് തൊട്ടാ. അതെ, ഇനിയിപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് കണ്ട് പടം പോരാ എന്ന് ഉദ്ദേശിച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ക്ഷമിച്ച് ഇന്റർവെൽ കഴിയുന്നവരെ നിൽക്കുവാണെങ്കിൽ പിന്നീട് പടം ഒരു ചെറിയ ഹോളിവുഡ് ലെവലിലൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നി. അല്ലെ, ഗ്രാഫിക്സ് ഫാർ ബെറ്റർ ദാൻ വാലിബൻ, അത് പറയാം. വാലിബിനെക്കാളും കൊള്ളാം. പിന്നെ നമ്മുടെ ആദിപുരുഷനെക്കാളും കൊള്ളാം. ഗ്രാഫിക്സ് ഒക്കെ ടോപ്പിന് അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവലാണ്, പറയാൻ പറ്റത്തില്ല. അത് പണി അറിയുന്നവന്റെ നല്ല പൈസ കൊടുത്ത് ചെയ്ത സാധനം. തോന്നിയ കാര്യം മോഹൻലാലിന് ആ ഡയറക്ഷൻ ആദ്യത്തെ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന്റെ പോരായ്മകൾ ശരിക്കും സിനിമയിൽ ഉടനീളം അറിയാനുണ്ട്. അല്ല, ഈ ചെറിയ 1-2 ഇഷ്യൂസ് മാറ്റി നിർത്തി ബറോസ് മൂവി അല്ലെ ഓള് നോക്കുകയാണെങ്കിൽ സിനിമ സൂപ്പറാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കൊച്ചു കുട്ടികൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഇവര് അവസാനം കൊണ്ടുവന്ന സാധനം എടുത്ത് ഫ്രണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ, ആദ്യം തുടക്കത്തിൽ ഇട്ടിരുന്നെങ്കിൽ പടം പക്ക എൻഗേജിങ് ആണ്. അതുപോലെ നമ്മള് ഫസ്റ്റ് ഹാഫ് മോഹൻലാൽ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നതാണ് മൊത്തം കാണുന്നത്. അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. നമുക്ക് ഒരു വൈബ് തോന്നില്ല. നമ്മൾ ഇൻട്രോ തൊട്ട് മോഹൻലാൽ ഭയങ്കര സെന്റി അടിച്ചിരിക്കും. അപ്പോഴേ നമ്മളെ ഈ ഓഡിയൻസിന്റെ മൈൻഡ് ഔട്ടാവും, ഇയാളെന്ത് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ തോന്നും. അതൊക്കെ ഒന്ന് മാറ്റണല്ലേ? അതെ, അതൊന്നും മാറ്റിട്ട് മറ്റേ സെക്കൻഡ് ഹാഫ് കൊണ്ട് ഫസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോയിരുന്നെങ്കിൽ പടം സൂപ്പർ ആയിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യം. ഒരു 100 ക്ലബിലേക്കുള്ള സാധനമുണ്ട്. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് ഒന്നും വേണ്ട. ജോണി ആന്റണി നമ്മുടെ പട്ടണത്തിൽ ഭൂതം സത്യം പറഞ്ഞ ഫസ്റ്റ് തൊട്ട് എന്താ എൻഗേജിങ്. ഇത് അതുപോലത്തെ ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവന്നിട്ട് ഈ ലാസ്റ്റ് ക്ലൈമാക്സും കൂടെ കഴിഞ്ഞ പടം സെറ്റ് ആയിരുന്നു. 100 കോടിയല്ല, എന്റെ മേളിൽ കൂടിയാണ്. കാരണം വേറെ ആരും ഇതുപോലത്തെ ഒരു പടം വേറെ മലയാളത്തിൽ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മിന്നൽ മുരളിയേക്കാളും നല്ല സൂപ്പർ ഗ്രാഫിക്സ് സത്യം, ടോപ്പ് നോച്ച് ഗ്രാഫിക്സ്. അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ക്ലൈമാക്സ് സീൻസിലും ഗ്രാഫിക്സ് നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നി ഈ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ മലയാളം ആർട്ടിസ്റ്റുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കായിരുന്നു. സത്യം, അതാണ് എനിക്കൊന്ന് ഇപ്പം ആ രാജകുമാര റോൾ എനിക്ക് സാനി അയ്യപ്പൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. സത്യം അഭിനയിക്കാറുണ്ട് ഞാൻ. ഇത് ഈ മദാമ എന്ന് പറഞ്ഞ കൊച്ചിന് എക്സ്പ്രഷൻ ഇല്ല, സംസാരമില്ല. പുള്ളിക്കാരി സ്റ്റെപ്പ് ഇറങ്ങുന്ന ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് മോഹത്തടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പരിപാടി അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴയ സിനിമ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തൊക്കെ ആള് കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഫണ്ണിയാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ബബിൾ ഗത്തിന്റെ പരിപാടി. ആർട്ടിസ്റ്റുകളുടെ സെലക്ഷൻ വളരെ മോശം നന്നായിട്ട് പാടിട്ടുണ്ട്, പറയാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഞങ്ങൾ രണ്ടുപേരും 2 അഭിപ്രായം പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന അവന് ഇഷ്ടപ്പെടണമെന്നില്ല, അവന് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. രണ്ട് വ്യക്തികളാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഹൻലാൽ വലിയ ബോറെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്ര നല്ലതുമല്ല. അല്ലടാ, പുള്ളിയുടെ തുടക്കക്കാരന് പറ്റുന്ന ഒരു സംഭവം അല്ല. ഇച്ചുകൂടെ ഡയറക്ഷൻ അറിയുന്ന ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ബെറ്റർ ആയിരുന്നു. എനിക്ക് തോന്നിയ ഫസ്റ്റ് ഹാഫ് ഒരു സീരിയൽ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. കാരണം ഇഴച്ചിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇഴച്ചിലാണ്.
ആ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് റിലീഫ് കിട്ടുന്ന ആ മോഹൻലാൽ ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ട് വരുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. കാരണം ഈ കളർഫുൾ എല്ലാം കൂടെ കണ്ടപ്പോൾ തിയേറ്റർ ഓണാന്ന് മനസ്സിലായത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമ പോകുന്നത്. പിന്നെ പറയാൻ പറ്റില്ല, നല്ല ലാഗ് ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ഇറങ്ങിപ്പോയി ഫസ്റ്റ് ഹാഫ്. ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്തതാ, പക്ഷെ നമ്മൾ പോയിരുന്ന പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കട്ടെ. ചിലപ്പോൾ ചില സിനിമയൊക്കെ സെക്കൻഡ് ഹാഫ് എൻഗേജ് ആകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് പാളിയില്ല. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആ മറ്റേ പാട്ട് ഒരു വെള്ളത്തിൽ ചാടുന്ന പാട്ട് കഴിഞ്ഞിട്ട് ഇസബെല്ല ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഒരു വെള്ളത്തിൽ ചാടുന്ന പാട്ടുണ്ട്, കൊച്ചു വെള്ളത്തിൽ ചാടുന്ന സീനുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ അടിച്ച് കളിച്ച് ഒരു കൊണ്ടുപോയത് തീയായിട്ട് കൊണ്ടുപോയി. തീയായിട്ടാ പടം നിൽക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ പടം ഓവറോൾ സൂപ്പറാണ്. നീ ഇപ്പൊ എത്ര റേറ്റിംഗ് കൊടുക്കും ഈ സിനിമയിൽ? ഒരു 5 സത്യം പറഞ്ഞ ജെന്യൂനായിട്ട് പറയാം കേട്ടോ. നമ്മൾ അവരെ ഫാൻ ബേസ് പിടിച്ച് പറയുമല്ല, ജെന്യൂനായിട്ട് പറയുവാണെങ്കിൽ എല്ലാം കൂടെ ഓളം നോക്കണം. ഒരു 5 3 സ്റ്റാർ കൊടുക്കാം. എനിക്കൊരു 2 സ്റ്റാറേ ഞാൻ കൊടുക്കത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് പറയാനായിട്ടാണെങ്കിൽ 1 സ്റ്റാർ എന്തായാലും ഗ്രാഫിക്സിന് കൊടുക്കാം. ഗ്രാഫിക്സ് ആണോ? 1 സ്റ്റാർ ഗ്രാഫിക്സ്, 1 സ്റ്റാർ ആക്ടിങ്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം പോക്കാം. അങ്ങനെ മൊത്തത്തിൽ പറയാൻ ഒരു 5ൽ 2 കൊടുക്കാൻ പറ്റും. എന്നാൽ വാച്ചബിൾ ആണെന്ന് വെച്ചാൽ വാച്ചബിൾ ആണ്. ഒരു ഫസ്റ്റ് ഹാഫ് സഹിച്ചിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഈ സിനിമയെ പറ്റി പറയാൻ ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആകണമെന്നില്ല. ഓരോരുത്തരുടെയും അഭിരുചിയും ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സിനിമയെ കാണും കേട്ടോ. അവിടെ നിങ്ങൾ തന്നെ വിലയിരുത്താം അല്ലേ? കാരണം ഇതൊരു മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് എന്ന് തന്നെ പറയാൻ പറ്റും ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ. കാരണം വേറൊരു സിനിമ ഇത്ര ക്യാച്ചിങ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഞാൻ കണ്ടിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എനിക്ക് തോന്നിയപ്പോൾ പേഴ്സി ജാക്സൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയ ഒരു കട്ടൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും. പല ഗ്രാഫിക്സിലൊക്കെ എനിക്ക് പേഴ്സി ജാക്സന്റെ സീരീസുമായിട്ട് ചെറിയ കട്ടുണ്ട്. എന്തോ പറയണ്ട, വേറെ 4 ക്യാരക്ടേഴ്സിനെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച് അമ്മച്ചി, മോന്, പിന്നെ ഒരു സായിപ്പ് ആദ്യമൊക്കെ അഭിനയിച്ച് പുള്ളി സെക്കൻഡ് വന്നപ്പോ കുളവാക്കി കളഞ്ഞു. പിന്നെ ഒരു എന്താ പറയുക, എന്റെ പൊന്നെ, പുള്ളിക്കാരൻ ആദ്യം ഒരു ഞെട്ടുന്ന സീനൊക്കെ നിങ്ങൾ കാണാൻ മനസ്സിലാവും. ആ ക്യാരക്ടർ അയാൾക്ക് വിനായകനാണെങ്കിൽ പിന്നെയും ബെറ്റർ ആയതിനെ. ഇത് എന്തോന്നൊക്കെ ഒരു പുള്ളിക്കാരിയല്ലേ, ഒരു ആഫ്രിക്കാരിയല്ലേ? ആണാണോ പെണ്ണാണോ? ഒരു നീഗ്രോന്ന് തോന്നുന്നു പുള്ളിക്കാരി. സെക്കൻഡ് ഹാഫിൽ പിന്നെയും കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫിലും ഞെട്ടുന്ന സീനൊക്കെ ഉണ്ട്. തിയേറ്റർ പൂരപ്പറമ്പായിട്ടുള്ള ചിരിയായിരുന്നു കേട്ടത്. എല്ലാവരും ചിരിച്ച സിനിമയത്തേക്കും മന്ത്രവാദിയുടെ ഇൻട്രൊഡക്ഷൻ, അങ്ങനത്തെ കുറച്ച് ക്ലീശകൾ ഒഴിച്ചാൽ സിനിമ ഓവറോൾ നല്ലതാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ അന്നേരം തീർച്ചയായിട്ടും ഫാമിലി ആയി പോയി കാണണം, എൻജോയ് ചെയ്യണം, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഏറ്റവും നല്ല പടവും ഇത് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, അമ്മമാർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും. മാർക്ക് നല്ല സൂപ്പറാണ്. പക്ഷെ മാർക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള പടമല്ലേ, അത് അങ്ങനെ പറ്റത്തില്ല. വയലൻസ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ്. ഫാമിലിക്ക് പറ്റിയൊരു ക്രിസ്മസ് വാച്ച് എന്ന് പറഞ്ഞാൽ അത് ബാരോസ് ആണ്. ബാരോസ് തന്നെയാണ്, നോ ഡൗട്ട്. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.